ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസത്തോളം മാത്രമേ ഉള്ളൂ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ. എന്നാൽ ഹരിയാനയിൽ ഒന്നും തിരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടും കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും വിശ്വസനീയമായ ഒരു പോളിംഗ് കമ്പനി ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തു നിന്നും മാറാതെ ദിനംപ്രതി വളരെയേറെ തിരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മാത്രമുള്ളപ്പോഴും മോദിയോ അമിത്ഷായോ മറ്റ് പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളോ ഒന്നും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയോ പൊതുയോഗങ്ങളോ ഹരിയാനയിൽ നടത്തിയിട്ടില്ല. BJPയുടെ ആത്മവിശ്വാസം എല്ലാം ചോർന്നുപോയി എന്ന് കാണിക്കുന്നതാണ് ഈ അവസ്ഥ. ഹരിയാനയിൽ കോൺഗ്രസ് വള്ളപ്പാടുകൾക്ക് മുൻപിലാണ് എന്നതാണ് വസ്തുത. BJP ചിത്രത്തിലേ ഇല്ല എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ തെരഞ്ഞെടുപ്പ് സർവേകൾ പുറത്തുവിട്ട ലോക്പോളിന്റെ ഹരിയാന മെഗാ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരുടെ ഈ സർവേ നടത്തിയത് ജൂലൈ 26-നും ഓഗസ്റ്റ് 24-നും ഇടയ്ക്കാണ്. ഇതിന്റെ സാമ്പിൾ സൈസ് 67,500. ഈ സർവേ അനുസരിച്ച് 90 അംഗ ഹരിയാന അസംബ്ലിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് 58-നും 65-നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. BJP ആകട്ടെ വെറും 20-നും 29-നും ഇടയിലേക്ക് ചുരുങ്ങും. JJPയും AAPയും ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെ സീറ്റുകൾ മാത്രം. ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റാണ്. ഓരോ പാർട്ടികൾക്കും കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജ് കോൺഗ്രസിന് 46 മുതൽ 48 വരെ, BJPക്ക് 35 മുതൽ 37 വരെ, മറ്റുള്ളവർക്ക് 7 മുതൽ 8 വരെ. അതുപോലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം 9% ആൾക്കാർ ഇപ്പോഴും അൺഡിസൈഡഡ് ആണ് എന്നതാണ്. അൺഡിസൈഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഭൂരിഭാഗവും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം 50%-ത്തിൽ അധികമാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ BJPക്ക് 20-ൽ താഴെ സീറ്റുകൾ മാത്രം ലഭിക്കാനേ സാധ്യതയുള്ളൂ. കോൺഗ്രസിനാകട്ടെ 75-നോടടുത്ത്, അതായത് 4-ൽ 3-ലധികം സീറ്റ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ BJP എന്ന കപ്പൽ നോർത്ത് ഇന്ത്യയിലും മുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്വം സ്വന്തം തലയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് മോദി ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന് ഉറപ്പാണ്. പേരിന് ഏതാനും ചില തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ മാത്രം നടത്തി പരാജയത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിന് മേൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാനുള്ള മോദിയുടെ അവസാന ശ്രമം.